ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് എൻ്റെ കല്യാണ ആൽബം കണ്ടാലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. അതായത് 2023 മെയ് 7-നായിരുന്നു കല്യാണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ആൽബം കിട്ടിയത്. കാരണം ഫോട്ടോ സെലക്ട് ചെയ്യാനും പിന്നെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, കുറച്ച് ടൈം എടുത്തു വരാൻ. അപ്പോൾ ഈ ആൽബത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ആൽബത്തിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. അതായത് എൻഗേജ്മെൻറ്റ് മുതൽ റിസപ്ഷൻ വരെ, സേവ് ദ ഡേറ്റ്, റിസപ്ഷൻ എല്ലാം ഇതിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ എൻ്റെ ഫോട്ടോ ഉണ്ട്, എൻ്റെ അല്ല ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്, മെയ് 7, 2023 വേണ്ട. ഇത് വന്നിട്ട് എൻഗേജ്മെൻറ്റ് ഫോട്ടോസാണ് കേട്ടോ. അതായത് ജനുവരി 26-നായിരുന്നു എൻഗേജ്മെൻറ്റ്. വടവന്നൂർ, അതായത് കൊല്ലങ്കോട്, പാലക്കാട് കൊല്ലങ്കോട് വടവന്നൂർ വെച്ചിട്ടായിരുന്നു. അവിടെ ഒരു ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്തെ ഫോട്ടോസാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പിന്നെ വല്യമ്മ വല്യച്ഛൻ അവരുണ്ട്. അത് ഇറങ്ങുന്ന സീനാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശകുനം വരണം പറയും. അപ്പോൾ അമ്മയാണ് ഒരു കുടം വെള്ളമായിട്ട് ശകുനം വന്നത്. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് എടുത്താണ്. ഇതാ ഈ മരം വന്നിട്ട് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, നമ്മുടെ എന്താ പറയുക, രുദ്രാക്ഷമില്ലേ, അതിൻ്റെ മരമാണ് കേട്ടോ അത്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട്, അമ്പലത്തിൻ്റെ ഉമ്മറത്ത്, അതായത് ഫ്രണ്ട് വെച്ചിട്ട് എടുത്താണ് ഫോട്ടോസ്. അത് ഹസ്ബൻഡും സെയിം അതേ മരത്തിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ രുദ്രാക്ഷം, ആ കായ് പോലുള്ള സാധനമല്ലേ, അതാണ് രുദ്രാക്ഷം. എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ അമ്മയാണ് പറഞ്ഞത്, അമ്മ അവിടെ ജനിച്ചു വളർന്നതല്ലേ, അപ്പോൾ അമ്മയാണ് പറഞ്ഞത് അവിടെ രുദ്രാക്ഷ മരം ഉണ്ട്. പിന്നെ ആൽബം കിട്ടിയപ്പോഴാണ് ഇതാണ് രുദ്രാക്ഷം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഏട്ടൻ വരുന്ന സീനാണ് കേട്ടോ, എൻട്രി സീനാണ്. അമ്പലത്തിലോട്ട് വരുന്ന ഫോട്ടോ ആണ്. അങ്ങനെ അവർ കുറച്ച് തനിച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാ എൻഗേജ്മെൻറ്റ്, ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഇതായിരുന്നേ. ഇത് വന്നിട്ട് എൻഗേജ്മെൻറ്റ് സമയത്ത് നമ്മൾ താലം മാറുമല്ലോ, നിശ്ചയപത്രിക എന്തോ വായിച്ചിട്ട് താലം മാറണം, താലത്തിനുള്ള റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ താലം മാറുന്നത്. താലം മാറിക്കഴിഞ്ഞിട്ടാണ് മോതിരം മാറുന്നത്. ഈ മോതിരം മാറുന്ന സമയത്ത് ഒരു കോമഡി ഉണ്ട്. അതായത് ഏട്ടൻ്റെ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുകയായിരുന്നു. ഏട്ടൻ എൻ്റെ കയ്യിൽ മോതിരം ഇട്ടുന്ന സമയത്ത് നല്ലോണം വിറച്ചിരിക്കുകയായിരുന്നു. അതിനെ ചോദിക്കുകയും ചെയ്തു കേട്ടോ, എന്താ കൈ വിറയ്ക്കുന്നുണ്ടോ ചോദിക്കുകയും ചെയ്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞാൻ ഓക്കെ ആയിട്ട് തന്നെ എടുത്തത്. പക്ഷേ ഏട്ടൻ മാത്രം ഫോട്ടോ മോതിരം ഇടുന്ന സമയത്ത് കുറച്ച് വിറയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യണ, ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന മാനേജേഴ്സ് സാറൊക്കെയാണ്. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞതിനും ചേച്ചിയൊക്കെയാണ്. പിന്നെ അവർ തനിച്ചിട്ട്, അത് വന്നിട്ട് ഏട്ടൻ്റെ ചേച്ചിയും അളിയനുമാണ്. ഇത് ചേച്ചി അനിയൻ. ഇതാട്ടോ ഔട്ട്ഡോർ ഷൂട്ടിംഗാണ് നമുക്ക്. അതായത് അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നേ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ ഒരുപാട് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്. ഇത് വന്നിട്ട് ഏട്ടൻ്റെ ഫാമിലി ആയിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്താണ് കേട്ടോ. അത് വന്നിട്ട് പേരമ്മയുണ്ട്, ചിറ്റിയുണ്ട്, അമ്മായിയുണ്ട്, പിന്നെ അനിയൻ, അച്ഛൻ, അമ്മ, വല്യച്ഛൻ, അങ്ങനെ എല്ലാവരും കൂടി എടുത്താണ്. ഇത് വന്നിട്ട് താഴെ കസിൻസാണ്, കസിൻസിനൊപ്പം എടുത്താണ് ഫോട്ടോസ്. ഇത് വന്നിട്ട് ഹൽദി സമയത്താണ് കേട്ടോ, തലേദിവസമായിരുന്നു ഹൽദി. അപ്പോൾ ആ സമയത്ത് എടുത്ത ഫോട്ടോ ആണിത്. ഇത് വന്നിട്ട് ഹൽദി സമയത്ത്, അതായത് ഹൽദി ആൽബമൊക്കെ ഈ സെയിം ഇതിൽ തന്നെയാണ്. ഇത് വന്നിട്ട് എൻ്റെ കസിൻസ് ആട്ടോ, എൻ്റെ അനിയത്തിമാരാണ്, അനിയത്തിയും ചേച്ചിമാരാണ്, സോറി അനിയത്തിമാരും ചേച്ചിയാണ്. ഇത് വന്നിട്ട് അനിയത്തിയുടെ ഒരു കുട്ടിയാണ് കേട്ടോ. അവനങ്ങനെ ആരുടെ അടുത്തും പോയില്ലെന്നൊരു കുഴപ്പമില്ല കേട്ടോ, എല്ലാവരുടെ അടുത്തും പോയിക്കോളും കേട്ടോ, അങ്ങനെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞളോട് ഒഴിക്കുന്ന സമയത്ത് എൻ്റെ മേലിൽ കൂടെ ആ പാത്രത്തിൽ മുഴുവൻ വെള്ളവും എൻ്റെ മേലെ ഒഴിക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കേക്ക് അനിയനാണ് കേട്ടോ എനിക്ക് കേക്ക് തരുന്നത്. ഇത് വന്നിട്ട് വല്യമ്മയും അമ്മയും കൂടിയാണ് ആദ്യം നമ്മൾ മഞ്ഞൾ തേക്കുന്നത്. പിന്നെ വന്നിട്ട് മഞ്ഞളോട് ഒഴിക്കുന്നത് ആദ്യം നമ്മുടെ അമ്മാവനാണ് കേട്ടോ. നമ്മുടെ ആങ്ങളമാരുണ്ടാവില്ലേ, അവരാണ് ആദ്യം ഒഴിക്കുക. അതുകൊണ്ട് ഈ പാത്രത്തിൽ മുഴുവൻ വെള്ളം എൻ്റെ മേലെ ഒരുമിച്ച് ഒഴിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തേക്ക് എനിക്ക് ശ്വാസമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെയായിരുന്നു നമുക്ക് ദക്ഷിണ കൊടുക്കൽ കേട്ടോ. നമ്മൾ തലേദിവസം കേട്ടോ എല്ലാം കൊടുക്കുന്നത്, ദക്ഷിണ കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായി, പിന്നെ അമ്മൂമ്മ, പിന്നെ വല്യമ്മ, വല്യച്ഛൻ,
ചെറിയമ്മ, അങ്ങനെ അവർക്ക് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കലായിരുന്നേ. പിന്നെ ഇളയച്ചൻ അവരെല്ലാവർക്കും കൊടുത്തായിരുന്നു. സാധാരണ നമ്മൾ കല്യാണ ദിവസമല്ല വെക്കുന്നത്, തലേ ദിവസമാണ് കേട്ടോ എല്ലാം ദക്ഷിണയും കൊടുത്ത്. കല്യാണ ദിവസം സമയം കിട്ടില്ലല്ലോ, എല്ലാവർക്കും കൂടി കൊടുക്കാൻ സമയം കിട്ടില്ല. അപ്പം എല്ലാവർക്കും നമ്മൾ തലേ ദിവസം തന്നെ കൊടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഒന്നും ഞാൻ മാത്രമേ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഹൽദിയുടെ അതേ ഡ്രസ്സാണ്. കാരണം ആ സമയം ഹൽദി കഴിഞ്ഞ ഉടൻ തന്നെയായിരുന്നു എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയം മാത്രമേ ഉണ്ടാകാനുള്ളൂ. അപ്പം തന്നെ നമുക്ക് ദക്ഷിണ കൊടുക്കൽ പരിപാടി, കാരണം ഒരുപാട് വൈകിയായിരുന്നു, വൈകുന്നേരം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നേ. ഇതായിട്ട് അമ്മൂമ്മ, വല്യമ്മ, വല്യച്ഛൻ, അമ്മായി, അമ്മാവൻ, അങ്ങനെ എല്ലാവരുടെയും കൂടി ഫോട്ടോസ് എടുത്തായിരുന്നു. വല്യമ്മമാർ, ഇത് അമ്മാവന്മാരാണേ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അനിയത്തിയുടെ കുഞ്ഞ്. ഇതിപ്പോൾ വന്നിട്ട് കസിൻസാണ് കേട്ടോ. എല്ലാ കസിൻസും കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഫാമിലി മുഴുവനായിട്ടൊരു ഫോട്ടോ എടുത്തു. അതുപോലെ പിന്നെ ഫാമിലി മുഴുവനായിട്ട് ഒരു ഫോട്ടോ ഉണ്ട്. ഇതാ ഈ ഫോട്ടോയിലുണ്ട് എല്ലാവരും ഉള്ളത്. അങ്ങനെ കല്യാണമായി കേട്ടോ. പിറ്റേ ദിവസമായി. അപ്പോൾ കല്യാണമായപ്പോൾ മേക്കപ്പ്, അതായത് മേക്കപ്പ് ചെയ്യാൻ വന്നത് 6 മണിക്കായതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിരുന്നു മേക്കപ്പ് കഴിയുമ്പോൾ. അതുപോലെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ ക്യാമറ എത്തിയത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സീനും പിന്നെ അമ്മയും അച്ഛൻ്റെ ഒപ്പം ഉള്ള ഒരു ഫോട്ടോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയുള്ളൂ. അപ്പോഴേക്കും ഏട്ടൻ്റെ വീട്ടുകാർ വന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയായിരുന്നു. ഏട്ടനും വീട്ടുകാരും വന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു ഇവിടുന്ന്. അവിടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു താലിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കേട്ടോ, അമ്പലത്തിൻ്റെ ഉമ്മർത്ത് വെച്ചിട്ടാണ് ബാക്കി ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തത് അമ്പലത്തിൻ്റെ ഉമ്മർത്ത് വെച്ചിട്ടാണ് കേട്ടോ. ആ താലികെട്ട് ഇതാണ് കേട്ടോ. പിന്നെ ഈ ബാക്കി ഫോട്ടോസൊക്കെ അമ്പലത്തിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ആ ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. പെരുങ്ങോട്ടുകുറിശി പെരുങ്കുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ താലികെട്ടുണ്ടായിരുന്നത്. അതിനടുത്തുള്ളൊരു ഓഡിറ്റോറിയം, MS ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ബാക്കി ഫങ്ഷൻസും ഉണ്ടായിരുന്നത്. ഏട്ടൻ വരുന്ന സമയത്ത് നമ്മൾ കാല് കഴുകി അനിയൻ സ്വീകരിക്കുമല്ലോ, ആ ഒരു സീനാണ്, ആ ഒരു ഫോട്ടോ ആണ് ഇട്ടത്. അവന് കാല് കഴുകാനൊക്കെ അറിയായിരുന്നു എന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് നമ്മുടെ കന്യാദാനമില്ലേ, അതായത് കൈ പിടിച്ച് കൊടുക്കുക. അപ്പോൾ അച്ഛനമ്മയാണ് കേട്ടോ കൈ പിടിച്ച് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തായിരുന്നു. ഈ പിടിച്ച കൈ എപ്പോൾ വിടണമെന്ന് നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ സമയത്തും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇതെപ്പോൾ വിടണമെന്ന് നമുക്കറിയില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട്, അതായത് പുറത്തിറങ്ങിയിട്ടാണ് കൈ വിട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ മെയിൻ ഘടകം എന്നത് ഫോട്ടോസ് തന്നെയല്ലേ. കൂടുതൽ കാലം നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത് തന്നെയല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മളെ സ്വീകരിക്കുന്നതാണ് കേട്ടോ. സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താലം കൊണ്ട് നിൽക്കുന്നവരാണ്
നിന്നാട്ടോ അവിടെ നിൽക്കുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് ബാക്കി ഫങ്ഷൻസ്, അതായത് പാലും പഴം കൊടുക്കൽ, പിന്നെ സദ്യ എല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു. അനിയനാണ് കേട്ടോ ബൊക്കെ കൊടുത്തിട്ട് ഏട്ടനെ സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ഒപ്പിടുമല്ലോ, അതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കലാണ് എൻ്റെ അടുത്ത പരിപാടി. അപ്പം അനിയൻ്റെ ഒപ്പം 2 അനിയന്മാർ കേട്ടോ, ഏട്ടൻ്റെ അനിയനും എൻ്റെ അനിയൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. मैं सकूं सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे। तू यार मेरा मुझको क्या दुनिया से लेना, एक तू यार मेरा मुझको क्या दुनिया से लेना। हीरा रास्ता वे नंगे पैरी तुरना वे, तू है नाल में मेरे ता मैं क्यों है डरना वे, तेरा रास्ता वे नंगे पैरी तुरना वे, तू है नाल मेरे ता मैं क्यों है डरना वे। तो मेरे रूबरू पर क्या करूं यकीन नहीं आता, शाम से सवार करूं देखा करूं रहा भी नहीं
चाहता मधानिया बंधन के मुटियारा आया बटोला बनके गन्ना दे बिच पिपल पत्तियां बाई जोड़ा खनके बंधन के मुटियारा आया बटोला बनके गन्ना दे बिच पिपल पत्तियां बाई जोड़ा खनके समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे तू मेरा कोई ना होके भी कुछ लागे तू यार मेरा मुझको क्या दुनिया से लेना एक तू यार मेरा मुझको क्या दुनिया से लेना तेरा रास्ता वे नंगे पैरी तुरना वे तू है नाल मेरे ता मैं क्यों है डरना वे तेरा रास्ता वे नंगे पैरी तुरना वे तू है नाल मेरे ता मैं क्यों है डरना वे तो मेरे रूबरू पर क्या करूं यकीन ही नहीं आता शाम से सवार करूं देखा करूं रहा भी नहीं चाहता मधानिया मेरे सोने सोने तेरा मेरा प्यार मन देखा वो मगर अपनी जान देखा वो मन के मुझे दिल देगा वो मगर मेरी जान देगा मेरा सजन से लेना एक तू यार मेरा मुझको क्या दुनिया से लेना बंधन के मुटियारा आया बटोला बनके गन्ना दे बिच पिपल पत्तियां बाई जोड़ा खनके बंधन के मुटियारा आया बटोला बनके गन्ना दे बिच पिपल पत्तियां बाई जोड़ा खनके के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे तू मेरा कोई ना होके भी कुछ लागे तू यार मेरा मुझको क्या दुनिया से പിന്നെ ഞങ്ങൾ തനിച്ച് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മൾ സേവ് ദ ഡേറ്റ് അല്ലേ, അതിൻ്റെ ഫോട്ടോസാണ് കേട്ടോ. വാഴയിൽ एक तू यार मेरा मुझको क्या दुनिया से लेना
वे नंगे पैर तुरना वे तू है नाल मेरे ता मैं क्यों है डरना वे तेरा रास्ता वे नंगे पैर तुरना वे तू है नाल मेरे ता मैं क्यों है डरना वे तो मेरे